നമസ്കാരം. നക്ഷത്രരാശിയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചന്ദ്രനെ ബേസ് ചെയ്തുകൊണ്ട് ജ്യോതിഷത്തിൽ പറയുന്നതിനെയാണ് ഗോചരം എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ച് ഇപ്പോൾ ഒരാൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ആ മേടം രാശിയിലാണല്ലോ ചന്ദ്രൻ നിൽക്കുക. ചന്ദ്രൻ്റെ 11ാം ഭാവത്തിൽ ശനി, 12ൽ രാഹു, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ വ്യാഴം, ഇങ്ങനെയൊക്കെ അതിനെ ജന്മത്തിൽ വ്യാഴം എന്നൊക്കെ പറയും. ഇങ്ങനെ ആണ് നമ്മൾ ഗോചരാൽ പറയുന്നത്. എന്നാൽ ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി, അതായത് ജനിച്ച സമയത്തെ സൂര്യാഭിമുഖ രാശിയാണല്ലോ ലഗ്നം. ലഗ്നം ബേസ് ചെയ്ത് ഓരോ ഗ്രഹങ്ങളും, ചില പാപഗ്രഹങ്ങൾ ചിലപ്പോൾ അവർക്ക് ശുഭഗ്രഹങ്ങളാവാം, ജനുവിനായിട്ട് അതായത് ജന്മന ശുഭഗ്രഹങ്ങൾ ചിലപ്പോൾ ഒരാളുടെ ലഗ്നം അനുസരിച്ച് പാപഗ്രഹങ്ങളാകാം. അതും അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ തന്നെ ദശ, അപഹാരം, ഛിദ്രം, ഈ മൂന്നും അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഒരാളുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. അല്ലാതെ അശ്വതി നക്ഷത്രം അടങ്ങുന്ന മേടക്കൂറിന് 11ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ധനം വന്നു കയറണം എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും എന്തുകൊണ്ടാണ് എനിക്ക് ധനം അപ്പോൾ വരാത്തതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഏറ്റവും മോശപ്പെട്ട അപഹാരമോ ഛിദ്രമോ ദശയോ ആണ് കടന്നു പോകുന്നതെങ്കിലോ, അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമോ, ചിലപ്പോൾ 11ാം ഭാവത്തിൽ അവർക്ക് തൽക്കാലം നിൽക്കുന്ന ശനി ജനിച്ച സമയത്ത് ഏറ്റവും മോശ സ്ഥലത്താണെങ്കിലോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് മാത്രമേ അന്തിമമായ ഒരു വിധി ജ്യോതിഷി എപ്പോഴും പറയാവൂ. ഏതെങ്കിലും ഒരു ഫലത്തിൻ്റെ മാത്രം, ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ മാത്രം സ്വാധീനം വച്ചൊരിക്കലും ജ്യോതിഷം പെർഫെക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. അതാണ് ചിലപ്പോൾ ഇതിനെ അവിശ്വാസത്തിൻ്റെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്. ഇനി നമുക്ക് ജനുവരി 14 മുതൽ ജനുവരി 20 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ ശനി, 12ൽ രാഹു, 6ൽ കേതു, ജന്മത്തിൽ വ്യാഴം. പിന്നെ അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം 15ാം തീയതി 10ാം ഭാവത്തിലേക്ക് സൂര്യൻ പോകും. ഇപ്പോൾ 9 നിൽക്കുന്ന സൂര്യൻ 10ലേക്ക് പോകും. ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ശുക്രൻ 9ലേക്ക് വരും. ബുധൻ ഇപ്പോൾ 9ലാണ് നിൽക്കുന്നത്, ചൊവ്വയും 9ലാണ്. ഇതാണ് അവരുടെ ഗ്രഹങ്ങളുടെ ഒരു വിന്യാസം. ഈ ഒരാഴ്ചയുടെ ഫലം നോക്കുമ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവാധിപൻ ആദ്യം നിൽക്കുന്നത് 11ലും പിന്നെ 12ലും പിന്നെ ജന്മത്തിലും ഒടുവിൽ 2ാം ഭാവത്തിലും പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഴ്ചയുടെ തുടക്കം ഇവർക്ക് സാമ്പത്തികമായ ഒരു നേട്ടത്തെ സമ്മാനിക്കുന്ന ഒരാഴ്ചയായിട്ട് വേണം കാണാൻ. പ്രത്യേകിച്ചും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇഷ്ട രംഗത്തു നിന്ന് അവർക്ക് ധനത്തെ സമ്മാനിക്കും, ഇഷ്ട വ്യക്തികളിൽ നിന്ന് ധനത്തെ സമ്മാനിക്കും, യാത്ര കൊണ്ട് ധനം കിട്ടും, അവരുടെ പ്രണയ സാഫല്യമോ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യമോ സഫലീകരിക്കപ്പെടും. ഇങ്ങനെ പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയാണ് മേടം രാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അനുഭവപ്പെടുക. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങൾ ചിലവ് വർദ്ധിച്ചിരിക്കാനും ചിലപ്പോൾ ശാരീരികമായ ചെറിയ ആവശ്യതയുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പണം നല്ലവണ്ണം കിട്ടുകയും ജോലി സംബന്ധമായ അല്ലെങ്കിൽ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാവുകയും പ്രവർത്തന വിജയം ഉണ്ടാവുകയും യാത്രാഗുണം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ സ്വന്തം ശാരീരികമായ അവശത കൊണ്ടാകാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ മറ്റു സുഹൃത്തുക്കൾക്കോ കടം കൊടുക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ചില അവശതകളിൽ നാം പങ്കാളിയാവുന്നത് കൊണ്ടൊക്കെ ആവാം. ഏതായാലും പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായും അതുപോലെ പ്രവർത്തനപരമായും ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ കാര്യങ്ങളിലും ഗുണകരമാണ്. ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങൾ ശ്രദ്ധിക്കുക, ചിലവ് ചുരുക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 18, 19 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവർക്ക് പിതാവിന് ആഴ്ചയുടെ തൊട്ടടുത്ത ദിവസം മുതൽ, അതായത് ആഴ്ചയുടെ 2ാമത്തെ ദിവസം മുതൽ തിങ്കളാഴ്ച മുതൽ ശാരീരികമായ അവശത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ആഴ്ചയുടെ അവസാനത്തോടു കൂടി മാറിക്കിട്ടുന്നതാണ്. ചൂട് സംബന്ധമായി ഉഷ്ണസംബന്ധമായ രോഗമോ കഫപ്രകൃതിയുള്ളവർക്ക്, കഫാധിക്യം അതായത് കഫത്തിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായോ ശ്വാസതടസ്സത്തിൻ്റെ രൂപത്തിലോ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ഗുരുസ്ഥാനീയർക്കോ കാരണവസ്ഥാനവർക്കോ അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ടവർക്കോ പിതാവിനോ ഇത് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് യാത്രയ്ക്ക് തടസ്സമായി മാറുന്നുണ്ട്. എന്നാൽ പ്രവർത്തന രംഗത്ത് വലിയ ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിൽ അവർക്ക് നല്ല വിജയം കാണുന്നു. പ്രവർത്തനത്തിന് സുഗമമായ ഒരു അവസ്ഥ കൈവരികയും ചെയ്യുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ആഴ്ചയുടെ
ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ പ്രവർത്തന സംബന്ധമായി വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതിൻ്റെ ഫലമായി ആഴ്ചയിൽ ഉടനീളം സാമ്പത്തികമായ ഭദ്രതയും കാണുന്നുണ്ട്. ശാരീരികമായ നേരിയ അവശത ഇവരെയും ബാധിക്കാം മേടക്കൂറിനെ പോലെ. പ്രത്യേകിച്ചും ജലജന്യമായ അസുഖങ്ങളോ അലർജി അസുഖങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. അമിതമായ ചിലവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 17, 20 നല്ല ദിവസങ്ങളാണ്. 7 ദിവസങ്ങൾ ഉൾപ്പെടുന്ന ഒരാഴ്ചയിൽ ഏകദേശം 5 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ് ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 9ലാണ് നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ രാഹുവുണ്ട്. കർമ്മരംഗത്ത് ഇവർക്ക് ഒരു പ്രത്യേക ധൈര്യവും മനസാന്നിധ്യവുമൊക്കെ ഉള്ളതുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും ഇവരെക്കുറിച്ച് ചില തെറ്റായ ധാരണകൾ ജോലിസ്ഥലത്തൊക്കെ പടരാനുള്ള സാധ്യതയുണ്ട്. അത് തൊഴിലിടത്തിലായാലും ശരി, അവർ എവിടെയൊക്കെ തങ്ങുന്നു അവിടെല്ലാം, 4ാം ഭാവം കൊണ്ട് എവിടെല്ലാം തങ്ങുന്നു അവിടെല്ലാം, വാഹനത്തിലാണെങ്കിൽ താൽക്കാലികമായി കുറച്ചു നേരം വാഹനത്തിലിരിക്കുന്ന സമയം, ജോലിസ്ഥലത്താണെങ്കിൽ അവിടം, വീട്ടിലാണെങ്കിൽ അവിടം, ഈ സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ അപരിചിതത്വമോ തങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പരക്കാൻ ഇടയോ ഉണ്ടെന്ന് കരുതുക. ശാരീരികമായ അവശതയും മാതാവിന് ദോഷവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും രക്തദൂഷ്യത്തിൻ്റെ ഫലങ്ങൾ ഈ ഒരാഴ്ചയിൽ മാതാവിനോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ ഉണ്ടാകാനിടയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈനസൈറ്റിസ് പോലുള്ള അസുഖമോ അതല്ലെങ്കിൽ തുരുമ്പ്, മൂർച്ചയുള്ള കത്തി, ഇതിൽ നിന്നൊക്കെ അപകട സാധ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ സാമ്പത്തികമായിട്ട് ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ വ്യാഴം വരെ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ ഇവരെ തടയുന്നില്ല. ഇവരുടെ സുഗമമായ പ്രവർത്തനങ്ങൾ പണം കൊണ്ട് കുറേയൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചിലവൽപ്പം കൂടിയിരിക്കാനുള്ള സാധ്യതയും കാണുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18, 19 ഗുണമുള്ള ദിവസങ്ങളാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുണ്ട്. അത് മറക്കാതിരിക്കുക. 8ൽ ശനി സഞ്ചരിക്കുന്ന കാര്യം സർവ്വകാര്യങ്ങളും ഒരു തടസ്സത്തിന് ശേഷമായിരിക്കും അതിൻ്റെ ശുഭകരമായ അവസ്ഥയിലേക്ക് നീങ്ങുക. മാത്രമല്ല 7ാം ഭാവത്തിലേക്ക് ഇപ്പോൾ ഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷേ 7ാം ഭാവത്തിലേക്ക് സൂര്യൻ ആഴ്ചയുടെ തുടക്കത്തോടു കൂടി തന്നെ വരും. അതായത് തിങ്കളാഴ്ച മുതൽ വരും. അപ്പോൾ 7ൽ സൂര്യൻ നിൽക്കുന്നത് കുടുംബത്തിൽ അത്ര അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. കൂൾ എന്ന് പറയുന്നൊരവസ്ഥ, അതായത് ശാന്തമായൊരവസ്ഥ കുടുംബത്തിൽ തിങ്കളാഴ്ച മുതൽ ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടും 9ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ടുമൊക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പലരും തെറ്റായി ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായി അവരിലേക്ക് എത്തപ്പെടുകയോ ചെയ്യാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങളിൽ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. അങ്ങേയറ്റം വിമർശനാതീതമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തു ചെയ്താലും വിമർശനത്തിന് വിധേയനാവാനുള്ളൊരു സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ദോഷം ഇവർക്ക് വലുതായിട്ട് കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, തടസ്സങ്ങളുണ്ട് ആഴ്ചയുടെ തുടക്കത്തിൽ. അല്ലെങ്കിൽ ജലജന്യമായ അസുഖങ്ങളായോ അലർജി അസുഖങ്ങളായോ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 2-3 ദിവസം കഴിയുമ്പോൾ, അതായത് ആഴ്ചയുടെ മധ്യഭാഗം തൊട്ട് കാര്യങ്ങൾ ക്രമേണ അനുസരിക്കുന്ന വിധത്തിൽ ഇവർക്ക് ഗുണകരമായ വിധത്തിലാണ് വരുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ മിതത്വവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ തുടക്കത്തിലാണ്. ആ സമയത്തൊക്കെയാണ് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്. മിഥ്യാധാരണകൾ മൂലം ചിലപ്പോൾ അകന്നു നിൽക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നു. ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ മനപ്രയാസമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഒന്നുകിൽ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ അവരുടെ പിതാക്കൾക്കോ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20 നല്ല ദിവസങ്ങളാണ്. ചിങ്ങം രാശി അല്ലെങ്കിൽ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയും 2ാം ഭാവത്തിലെ കേതുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും വളരെ ദോഷകരമായ ഒരു അവസ്ഥയാണ്. അപഹാരവും ദശയും ഛിദ്രവുമൊക്കെ നല്ലതാണെങ്കിൽ മാത്രമാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക. പിന്നെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് അനുകൂലമാണ്. 9ലെ വ്യാഴം ബന്ധുസ്ഥാനത്ത് ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ ഈശ്വരാധീനമുണ്ടെന്ന് പറയാം. സർവ്വദോഷങ്ങളും ചുറ്റിൽ നിൽക്കുമ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം ആ വ്യക്തിയിലുണ്ടെങ്കിൽ തീർച്ചയായും ആ ദോഷങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കാനിടയില്ല എന്ന മട്ടിലൊരു ആശ്വാസം മാത്രമാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരാഴ്ച
ആശ്വസിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുന്നത്. മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലെ ശനി, അതുപോലെ 6ൽ സഞ്ചരിക്കുന്ന സൂര്യൻ, ഇതെല്ലാം തന്നെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ, അതായത് ഉദരത്തിൻ്റെ കീഴ്ഭാഗങ്ങളിൽ, ജെനിറ്റൽ ഓർഗൻസിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ മറ്റു പ്രശ്നങ്ങളോ വരാം. ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. മാനസികമായ പിരിമുറുക്കം കാരണം ചിലപ്പോൾ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും, സ്വതവേ ഉള്ള രോഗങ്ങൾ തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിൽ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് മാറി നിൽക്കാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബം മാത്രമല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ അങ്ങേയറ്റം മിതത്വം പാലിക്കുന്നതായിരിക്കും ഈ ഒരാഴ്ച ഇവർക്ക് നല്ലത്. സാമ്പത്തികമായിട്ട് അത്ര ദോഷം പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാഴ്ചയില്ല. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് ബന്ധുമിത്രാദികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായമൊക്കെ കിട്ടും. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശാരീരികമായ അവശതയോ തടസ്സമോ കാണുന്നുണ്ട്. എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. കാരണം കണ്ടകശനിയും അഷ്ടമത്തിലെ രാഹുവും ഒട്ടും നല്ലതല്ല. വിഷമയമായ അവസ്ഥകൾ ശരീരത്തിന് ഏൽക്കാം, അപവാദങ്ങൾക്ക് വിധേയനുമാവാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 20 ആണ് താരതമ്യേന മേന്മയുള്ള ദിവസങ്ങൾ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ അര. വ്യാഴം അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ, പ്രത്യേകിച്ചും 6ലോ 8ലോ 12ലോ നിന്നാൽ, പ്രത്യേകിച്ചും 8ൽ നിന്നാൽ വളരെ ദോഷകരമായ അവസ്ഥയാണ്. കാരണം ഈശ്വരൻ്റെ അനുഗ്രഹം മാറിപ്പോകുന്ന അവസ്ഥ, ഈശ്വരൻ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഭാഗ്യമൊട്ടും അനുകൂലമല്ല. അങ്ങേയറ്റം കഠിനാധ്വാനത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വിജയത്തിൻ്റെ അടുത്തെങ്കിലും എത്താൻ സാധിക്കുകയുള്ളൂ. സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രമേ വ്യാഴം അവർക്ക് അനുകൂലമായി മാറുന്നുള്ളൂ. എന്നാലും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇവർക്ക്. 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാനത്തോടുകൂടി ബുധനുമെല്ലാം വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം നൽകും. ഉത്തരത്തെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 4ലാണ് ബുധൻ്റെ സഞ്ചാരം. ഇപ്പോൾ 4ാം ഭാവത്തിൽ ബുധൻ്റെ സഞ്ചാരം ഇവർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷമൊന്നും വരുത്തില്ല. ശുക്രനും 3ൽ നിന്ന് 4ലോട്ട് മാറുമ്പോൾ ഗുണകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം മോശപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് കഠിനമായ പ്രാർത്ഥന, കഠിനമായ അധ്വാനം, ഇത് രണ്ടും ഇവർക്കിപ്പോൾ ആവശ്യമാണ്. ചിലപ്പോൾ ചിലർക്ക് കുറച്ച് അധ്വാനിച്ചാൽ മതി, ബാക്കി ഈശ്വരാധീനം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ വൻ വിജയത്തിലേക്ക് പോകാൻ സാധിക്കും. ആ ഒരു അവസ്ഥയല്ല കന്നിക്കൂറുകാർക്ക് ഇപ്പോഴെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഭാഗ്യം, സന്താനങ്ങൾക്ക് ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഇതിലൊക്കെ ചില പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരാവണ്ണം പഠിച്ചാൽ തന്നെ അത് നേരായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അഭിമുഖങ്ങളിലായാലും പരീക്ഷകളിലായാലും 5ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങളുടെ മനസ്സ്, ബുദ്ധി ഇതെല്ലാം അല്പം ക്ഷീണാവസ്ഥയിലാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 17 നല്ലതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അനുകൂലനാണ്. അതുപോലെ 6ൽ സഞ്ചരിക്കുന്ന രാഹുവും ഒട്ടും ദോഷം ചെയ്യില്ല. 5ാം ഭാവത്തിലെ ശനി ഭാഗികമായ ഗുണം ഇവർക്ക് സമ്മാനിക്കും. അതുപോലെ 2ൽ നിൽക്കുന്ന ശുക്രൻ ആഴ്ചയുടെ അവസാനത്തോടുകൂടി 3ാം ഭാവത്തിലേക്ക് പോകും. 3ൽ നിൽക്കുന്ന ബുധൻ അത്ര ഗുണകരമായ ഒരു അവസ്ഥയൊന്നും അല്ലെങ്കിലും താരതമ്യേന ഭേദമാണ്. ശുക്രൻ 3ൽ സഞ്ചരിക്കുമ്പോഴും വലിയ ദോഷങ്ങളൊന്നുമില്ല. 2ൽ സഞ്ചരിക്കുന്നു ആഴ്ചയുടെ അവസാനം വരെ. അതുകൊണ്ട് 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. 7ലെ വ്യാഴം സർവത്ര അനുഗ്രഹമാണ്. പിടിച്ച കാര്യങ്ങളെല്ലാം, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് വിജയമുണ്ടാകണം, ഈശ്വരാധീനം ഉണ്ടാകണം. പാപദോഷങ്ങളൊന്നും തന്നെ വലുതായിട്ട് ബാധിക്കില്ല. 12ൽ നിൽക്കുന്ന കേതു ആശങ്ക വലുതായിട്ട് ജനിപ്പിക്കും. 12ഉം 8ഉം എപ്പോഴും ആശങ്ക ജനിപ്പിക്കുന്ന ഭാവങ്ങളാണ്. അവിടെ പാപഗ്രഹം നിന്നാൽ ആശങ്ക വർദ്ധിപ്പിക്കാം, ഇല്ലാത്തത് വരും എന്ന് തോന്നും. ചിലപ്പോൾ ഭയാനകമായ അവസ്ഥകൾ ഇവർ സങ്കല്പിച്ച് മനസ്സിനെ ഉണ്ടാക്കി പിരിമുറുക്കമാർന്നൊരവസ്ഥ ഉണ്ടാക്കും. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. മനസ്സ് ഉറപ്പോടുകൂടി പ്രാർത്ഥനയോടുകൂടി തങ്ങളുടെ കർമ്മങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുക. ഇവർക്ക് ഈ ഒരാഴ്ച നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും ശുക്രൻ 2ൽ നിൽക്കുമ്പോൾ ഇവർക്ക് എന്ത് വലിയ പ്രോജക്റ്റാണെങ്കിലും അതിൽ ഇവരുടെ വാക്ക് വിശ്വസിക്കുകയും ഇവരെക്കുറിച്ചുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ആ തരത്തിലായിരിക്കും അവരുടെ പുറത്തേക്കുള്ള അവരുടെ ഓരോ എക്സിബിഷനും വരിക. വാക്കുകൊണ്ടായാലും ശരി, പ്രവൃത്തി കൊണ്ടായാലും ശരി, ചലനം കൊണ്ടായാലും ശരി, ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശക്തി ഇവരെ ഈ ഒരാഴ്ച സഹായിക്കാനുള്ള സാധ്യത കാണുന്നു. ശ്രദ്ധിക്കേണ്ടത്, സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രത്യേകിച്ചും ശനിദേവനെ വണങ്ങുക, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുക, ഇതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സ്വാമിയെ ദർശിക്കുന്നതും ഓം നമോ നാരായണ ജപിക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 18, 19 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു.
വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കുറേ കാലമായി കണ്ടകശനിയുണ്ട്. അതുപോലെ തന്നെ അതായത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ കണ്ടകശനിയുണ്ട്. വ്യാഴം അനിഷ്ടസ്ഥാനത്താണ്. ഏപ്രിൽ മാസത്തിൽ മാത്രമേ വ്യാഴം 7 പോകത്തുള്ളൂ. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, 11-ൽ സഞ്ചരിക്കുന്ന കേതു. 11-ലെ കേതു സാമ്പത്തികമായിട്ട് നേട്ടം കൊടുക്കും. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇവരുടെ ബന്ധുക്കൾ സഹായിക്കുന്നത് വഴിയോ, അതുമല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ തന്നെ വിദേശത്ത് ജോലി കിട്ടി അവിടെ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൺവെൻഷണലായ ചിന്തകളിൽ നിന്ന് മാറി ബുദ്ധിയിൽ ഒരല്പം കൃത്രിമത്വമോ ബുദ്ധിയിൽ അല്പം ക്രിയേറ്റിവിറ്റിയോ വേറെ തരത്തിലുള്ള ചില മാറി ചിന്തിക്കുന്ന അവസ്ഥകളോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാമ്പത്തിക ഗുണത്തിന് വഴിയാകുമെന്ന് കാണുന്നു. അല്ലാതെ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ, അതായത് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചൊരു മാറ്റവുമില്ലാതെ പഴയത് ആവർത്തിച്ചാണ് പോകുന്നതെങ്കിൽ വലിയ വിജയം ഉണ്ടാകണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാഹുവിൻ്റെ സാന്നിധ്യം എപ്പോഴും മാറി ചിന്തിക്കലാണ്. ബുദ്ധിയുടെ തീക്ഷ്ണതയുണ്ട്, പക്ഷേ മാറി ചിന്തിക്കലാണ്. ചിലപ്പോൾ പരാജയമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് വിജയമായി മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പിന്നെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രാഹു സഞ്ചരിക്കുമ്പോൾ കുട്ടികൾക്ക് അലർജി, അസുഖമോ വിഷജന്യമായ അവസ്ഥകളോ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഭക്ഷണം കൊടുക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അത്തരം അന്തരീക്ഷവുമൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിൽ, ഏറ്റവും ഹൈജീനിക്കായിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ അവർക്ക് ആഹാരവും ദ്രാവക രൂപത്തിലായാലും ഖരരൂപത്തിലായാലുമുള്ള ആഹാരങ്ങൾ കൊടുക്കാവൂ. സ്വയം പോയി ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കോ മറ്റ് മോശപ്പെട്ട അവസ്ഥകളിലോ ഒക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വസ്തു കലരാൻ ഇടയുണ്ട് ഇവരിലൊക്കെ, അല്ലെങ്കിൽ അലർജി അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ സഞ്ചരിക്കുന്ന, അതായത് 5-ാം ഭാവാധിപനാണ് 6-ൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സന്താനസ്ഥാനത്ത് ദോഷം വരാനുള്ള സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ സംബന്ധമായോ ആരോഗ്യ സംബന്ധമായോ അവർക്ക് ദോഷം വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20 ഗുണമുള്ള ദിവസങ്ങളാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശനി ബലവാനാണ്. അതുപോലെ തന്നെ വ്യാഴവും അനുകൂലനാണ്. രാഹു 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, മാതാവിന് ദോഷമുണ്ടാകാം, വാഹനവുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. 10-ാം ഭാവത്തിൽ കേതു ഉള്ളതുകൊണ്ട് തൊഴിൽ രംഗത്ത് എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളോ സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടാകാം. ചിലപ്പോൾ ജോലിസ്ഥലത്ത് പോകാൻ തന്നെ മടിയുണ്ടായെന്നിരിക്കാം. തങ്ങളെക്കുറിച്ചുള്ള മതിപ്പും തങ്ങളെക്കുറിച്ചുള്ള മോശപ്പെട്ട അവസ്ഥകളുമൊക്കെ ഓഫീസിൽ ഒരു സംസാര വിഷയമാകുന്നു എന്നുള്ള ആശങ്കയുണ്ടാകാം. തോൽവിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപഹാസ്യതയുടെയോ തോന്നലുള്ളതുകൊണ്ട് കർമ്മരംഗം ഇവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദുസ്സഹമാകാനുള്ള സാധ്യതയുണ്ട്. 10-ാം ഭാവത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷേ ഈ നക്ഷത്രക്കാരുടെ കഴിവിൽ മറ്റുള്ളവരുടെ അസൂയ ഇപ്പോൾ കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാവാം. ശത്രു കൂടുതൽ ഉണരുന്ന സമയമാവാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ വ്യാഴം 5-ൽ നിൽക്കുന്നത് കൊണ്ട് സർവ്വദോഷങ്ങളെയും അകറ്റി ഭാഗ്യത്തിന് വ്യാഴം അനുകൂലമാകുമെന്ന് തന്നെ ചിന്തിക്കണം. ചന്ദ്രൻ്റെ രാശികൾ തുടക്കത്തിൽ 3-ലും പിന്നീട് 4-ൽ 5-ലും 6-ലുമൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് 3-ാം ഭാവത്തിലെ തുടക്ക ദിവസങ്ങൾ, അതായത് ഞായർ തിങ്കൾ ദിവസങ്ങൾ ഗുണകരമാണ്. പിന്നീട് സാമ്പത്തികമായിട്ടുമൊക്കെ ഇവർക്ക് ഉയർച്ച കാണുന്നു. പൊതുവെ ഈ ആഴ്ച ഭാഗികമായ ഗുണമാണ്. സാമ്പത്തികമായും പ്രവർത്തനപരമായും വളരെ നല്ലതുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 14, 15, പിന്നെ 20 താരതമ്യേന ഗുണമുള്ള ദിവസമായി കാണുന്നു. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കണ്ടകവ്യാഴനാണെങ്കിലും ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണത്തെ കൊടുക്കും. വീട്ടിൽ ഒരല്പസ്വല്പമൊക്കെ സമാധാനവും സംതൃപ്തിയും കളിയാടും. പുതിയ വാഹനമോ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റമോ ഒക്കെ വരാനുള്ള സാധ്യത, വീട്ടിൽ തന്നെ അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ തൊട്ടയൽപക്കക്കാരുമായോ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചെറിയൊരു അകൽച്ചയോ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യത്തെ 1-2 ദിവസം മാറി നിൽക്കേണ്ടതായിട്ടും വന്നേക്കാം. കലഹം മൂത്ത് മാറുന്നൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ജോലി സംബന്ധമായോ ചെറിയ ചില പിണക്കത്തിൻ്റെയൊക്കെ അവസ്ഥ കൊണ്ട് മാറി നിൽക്കാം. ഇനി വീട്ടിൽ തന്നെ ആയാൽ തന്നെ ചിലപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന, ജീവിത പങ്കാളിയുമായിട്ടൊക്കെ മിണ്ടാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി തൽക്കാലത്തേക്കെങ്കിലും മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ വന്നേക്കാം. എന്നാൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നു. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടും കർമ്മോത്സുകതയോടുകൂടിയും തങ്ങളുടെ മേഖലയിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ. കാരണം ചൊവ്വയും ബുധനും വ്യാഴവുമൊക്കെ കിട്ടുന്ന സാമ്പത്തിക നേട്ടം അവർക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം പകുതി വരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യമായ തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ലോട്ടറിയിൽ നിന്ന് വരുമാനം വരാം. അടുത്ത ബന്ധുക്കൾ ഇവരെ ഈ ഒരാഴ്ച കടം വാങ്ങിച്ചവർ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അമിതമായി സഹായിക്കാനും സാധ്യതയുണ്ട്. പൊതുവെ ഈ ആഴ്ചയിൽ മകരക്കൂറിനെ സംബന്ധിച്ചുള്ള നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17 ദിവസങ്ങൾ താരതമ്യേന വളരെ ഗുണമുള്ളതായിട്ട് കാണുന്നു.
കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വൃശ്ചികക്കൂറിനെ പോലെ മോശപ്പെട്ട ഒരവസ്ഥയാണ് കുംഭക്കൂറിനും. കാരണം ജന്മശനിയും വ്യാഴം 3-ലും സഞ്ചരിക്കുന്നു. സാമ്പത്തികത്തിൻ്റെ രാജാവായ വ്യാഴം പരുങ്ങലിലാകുന്ന അവസ്ഥയാണ് 3-ാം ഭാവം. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ചിലപ്പോൾ 3-ാം ഭാവത്തിലെ വ്യാഴം സഹായിക്കും. എന്നാൽ സാമ്പത്തികം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം 99% സാമ്പത്തികമായതുകൊണ്ട് അത് നമ്മുടെ കൈവിട്ടു പോവുകയോ നമുക്ക് വേണ്ടത്ര തരത്തിൽ അത് കിട്ടാതെയാവുകയോ ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർ വല്ലാത്ത പരുങ്ങലിലാകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏപ്രിലിന് ശേഷം മാത്രമേ ഭദ്രമായൊരു സാമ്പത്തിക അവസ്ഥ ഇവരിലേക്ക് വരികയുള്ളൂ. എന്നാലും ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസവും പിന്നീട് ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങളും ഇവർക്ക് താരതമ്യേന സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നു. വലിയൊരു അവസ്ഥയിലെത്തും എന്നല്ല, തൽക്കാല ആവശ്യങ്ങൾ നന്നായി നടന്നു പോകുന്നതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രത എന്തായാലും ഉണ്ടാവും. ആഴ്ചയുടെ തുടക്കത്തിൽ, അതായത് ഞായറാഴ്ച തന്നെ അതിൻ്റെ ഗുണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവിലും സ്വന്തം വ്യക്തിത്വത്തിലുമൊക്കെ ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാകുന്നു. അത് ഇവരുടെ കർമ്മമേഖലയിൽ നന്നായി ഇവരെ വ്യാപരിപ്പിക്കുവാൻ അനുവദിക്കുകയാണ് കാണിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക ഗുണം കാണുന്നു. എന്നാൽ ആഴ്ചയുടെ ചൊവ്വ ബുധൻ ദിവസങ്ങളൊക്കെ ചെറിയ സ്വാരസ്യങ്ങളോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. അനാമത്ത് വാക്കുകളോ പ്രശ്നങ്ങളോ വന്ന് അത് നിത്യശത്രുതയിലേക്ക് മാറാവുന്ന ചില അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അയൽപക്കവുമായിട്ടുള്ള കാര്യങ്ങളിലോ അടുത്ത ബന്ധുക്കളുമായിട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 14, 15, 18, 19 ഗുണമുള്ള ദിവസങ്ങളാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ധനസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടൊരു വലിയ ദോഷം ഈ നക്ഷത്രക്കാരെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. 11-ാം ഭാവത്തിലേക്ക് സൂര്യനും വരുന്നുണ്ട് ആഴ്ചയുടെ തൊട്ടടുത്ത ദിവസം തന്നെ. അതും അധികാരികളിൽ നിന്നോ വലിയ കേന്ദ്രങ്ങളിൽ നിന്നോ ഒക്കെ ഇവരിലേക്ക് ധനസഹായം എത്തുന്നൊരവസ്ഥ കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം വിലമതിക്കപ്പെടുകയും പുരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടവും എല്ലാം ഇവിടെ നമുക്ക് ചിന്തിക്കാം. ശുക്രൻ 10-ാം ഭാവത്തിലേക്ക് ബുധൻ്റെ കൂടെ വന്ന് ചേരുന്നത് കൊണ്ട് സ്വാഭാവികമായും കർമ്മരംഗം വളരെ ശോഭനീയമാവാനുള്ള സാധ്യതയുണ്ട്. തങ്ങളെക്കുറിച്ചുള്ള പ്രശസ്തിയും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. 7-ാം ഭാവത്തിലെ കേതു, ജന്മത്തിൽ നിൽക്കുന്ന രാഹുവും ഒന്നുകിൽ ശാരീരികമായ അവശതയോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷനോ ഇവരെ ബാധിക്കാം. ഒളിഞ്ഞിരിക്കുന്ന ചില അണുക്കൾ, ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പാൻഡമിക് ഡിസീസിൻ്റെയൊക്കെ ഏതെങ്കിലും അണുക്കൾ ഇവരിലൊക്കെ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം പരിശോധനയും കൃത്യമായ മെഡിക്കേഷൻ രീതികളും, അതായത് ആരോഗ്യ പരിപാലന രംഗത്തെ ഉപദേശങ്ങളും കൃത്യമായി അനുസരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അല്ലെങ്കിൽ ശാരീരികമായ അവശതയുണ്ടാകാം. അതുമല്ലെങ്കിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അല്ലെങ്കിൽ 7-ലേക്ക് നോക്കുന്ന രാഹു, ഇതെല്ലാം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. കുടുംബരംഗം മാത്രമല്ല, ചിലപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത നൽകേണ്ടയാൾ അല്ലെങ്കിൽ വിശ്വാസ്യത കൊടുക്കേണ്ടയാൾ, ഇവിടെയൊക്കെ ചില താളം തെറ്റലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 20 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. പലരും ശനീശ്വരായ നമ എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. ആഹാരം കൊടുക്കുക. ഒരു അഹങ്കാരവും കാണിക്കാതെ ഇരിക്കുക. കറുത്ത വസ്ത്രം ശനിയാഴ്ച ധരിക്കുക. നീരാഞ്ജനം അർപ്പിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ ഉദയം തൊട്ട് 1 മണിക്കൂറിനകം പോയി തൊഴുന്നത് ഏറ്റവും ഉത്തമം. വ്യാഴപ്രീതിക്ക് ഓം നമോ നാരായണായ ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം ദർശനം നടത്തുന്നത് അത്യുത്തമം. മഞ്ഞപ്പെട്ട് സമർപ്പിക്കലും അതുപോലെ നെയ്ത്തിരി കത്തിക്കലും പാൽപ്പായസ നൈവേദ്യം വ്യാഴാഴ്ച ചെയ്യുന്നതും ഏറ്റവും നല്ലത്. ഓം നാഗായ നമ ജപിക്കുക നാഗദോഷങ്ങൾക്ക്. അതുപോലെ ഗണപതിയുടെ പ്രാർത്ഥന ഓം ശ്രീ മഹാഗണപതയ നമിക്കുക. ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന് ജപിക്കുക കേതുദോഷത്തിനും. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.